ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം. ശ്രീമൻ നാരായണീയം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. സുപ്രഭാതം, ശുഭദിനം നേരുന്നു. നമ്മൾ 17ാമത്തെ ദശകം ധ്രുവചരിതമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. 3 ശ്ലോകങ്ങൾ നേരത്തെ എടുത്തു, കഴിഞ്ഞ ക്ലാസ്സിലെടുത്തു. അതായത് വിസർഗം എന്ന തത്വം. വിസർഗം ജീവതത്വവും സർഗം ഈശ്വര സൃഷ്ടിയുമാണെന്നും അതിൽ നമ്മൾ കുറേ എന്തൊക്കെയോ അതിലുണ്ടാക്കുന്ന ചലനങ്ങളും അതൊക്കെ നമ്മൾ പഠിച്ചു. ഇപ്പം ഈ ദശകത്തിൽ സ്വയംഭുവ മനുവിൻ്റെ 2 ആൺമക്കളെക്കുറിച്ച്, അതിൽ 2 ആൺമക്കളായിരുന്നു. ഒന്ന് ഉത്താനപാദനും മറ്റേത് പ്രിയവ്രതനും. പ്രിയവ്രതൻ നേരത്തെ തന്നെ തപസ്സിന് പോയി. അദ്ദേഹം ഇല്ലാതെ ഇരുന്നതുകൊണ്ട് ഉത്താനപാദ രാജാവിനെ രാജാവാക്കി. അപ്പോൾ ആ രാജാവിന് 2 ഭാര്യമാരായിരുന്നു. അവരിൽ സുരുചിക്ക് ഒരു മകനും ഉത്തമൻ എന്ന പേരുള്ള മകനും സുനീതി എന്ന ഭാര്യയ്ക്ക് ധ്രുവൻ എന്ന പേരുള്ള മക്കളും എല്ലാം വിശദീകരിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ വിവരിച്ച് പറഞ്ഞതാണ്. അപ്പം അങ്ങനെ ധ്രുവന് ഉത്തമൻ സുരുചിയുടെ മകൻ അച്ഛൻ്റെ മടിയിലിരിക്കുന്നത് കണ്ടിട്ട് തനിക്കും തൻ്റെ അച്ഛൻ്റെ മടിയിലിരിക്കണമെന്ന ആഗ്രഹത്താൽ ചെന്നതും സുരുചി ആക്ഷേപവാക്കുകളെ കൊണ്ട് നിന്ദിച്ചതും അത് സഹിക്കാൻ വയ്യാതെ ആ കുഞ്ഞ് തൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി. അവൾ നല്ല നീതിയുള്ളവളായിരുന്നു. ഭർത്താവ് രാജാവാണ്, പ്രജകളുടെ നീതി നടപ്പാക്കേണ്ട ആളാണ്. അതുകൊണ്ട് മൗനം പാലിച്ചു. സുരുചിയാകട്ടെ തൻ്റെ ഭർത്താവിനെ തൻ്റെ വശത്താക്കി. എന്നാൽ സുനീതി അദ്ദേഹത്തെ സ്വതന്ത്രനായി വിട്ടു. താൻ ഒരു ശല്യവും ഭർത്താവിനെ ചെയ്തില്ല. അങ്ങനെയുള്ള അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയും അമ്മയോട് സുരുചി ചെറിയമ്മ ആക്ഷേപിച്ചതിനെപ്പറ്റി പറയുകയും ചെയ്തു. അപ്പം ആ സുനീതിയാകട്ടെ, ആ നല്ല അമ്മ മോന് പറഞ്ഞു കൊടുത്തു, മോനെ, നമുക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകളൊക്കെ തീർക്കാൻ ഭഗവാന് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കൂ, ഭഗവാനോട് പറയൂ എന്ന്. അപ്പോൾ സുരുചിയാണെങ്കിലും ആക്ഷേപിച്ചിട്ടാണെങ്കിലും നീ എൻ്റെ മകനല്ലാത്തത് കൊണ്ടാണ് നിനക്ക് അച്ഛൻ്റെ മടി ഇരിക്കാൻ പറ്റാത്തത്. ഉത്തമൻ എൻ്റെ മകനാണ്. അപ്പം നീ എന്നെങ്കിലും എൻ്റെ മകനായിട്ട് ജനിച്ചാലേ നിനക്ക് അച്ഛൻ്റെ മടി ഇരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അതേപോലെ അപ്പോൾ അത് ശരിയാണ് ചെറിയമ്മ പറഞ്ഞതെന്ന് തൻ്റെ അമ്മ മകനെ ഉപദേശിച്ചു. അപ്പോൾ ഭഗവാനെ പ്രാർത്ഥിക്കുക മാത്രമാണ് ഇതിനൊരു സൊല്യൂഷൻ എന്ന് മനസ്സിലായ ആ കുട്ടി എന്താണ് ചെയ്തതെന്നാണ് 4ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പം 4ാമത്തെ ശ്ലോകം വായിക്കാം. ആകർണ്യസോപി ഭവദർച്ചന നിശ്ചിതാത്മാ മാനീ നിരേത്യ നഗരാത് കില 5 വർഷഃ സന്ദൃഷ്ടനാരദ നിവേദിത മന്ത്രമാർഗഃ ത്വം ആരരാധ തപസാ മധുകാനനാന്തേ. നമുക്കിതിലെ വാക്കുകളൊന്ന് നോക്കാം. ആകർണ്യ സഹ അപി ഭവത് അർച്ചന നിശ്ചിതാത്മാ മാനീ നിരേത്യ നഗരാത് കില 5 വർഷഃ സന്ദൃഷ്ടനാരദ നിവേദിത മന്ത്രമാർഗഃ ത്വം ആരരാധ തപസാ മധുകാനനാന്തേ. ഇനി എങ്ങനെ വായിക്കേണ്ടത് നോക്കാം. ആകർണ്യ സോപി, സഹ അഭിയാണ് സോപിയായി മാറിയത്. ആകർണ്യ സോപി ഭവദർച്ചന നിശ്ചിതാത്മാ മാനീ നിരേത്യ നഗരാത് കില 5 വർഷഃ സന്ദൃഷ്ടനാരദ നിവേദിത മന്ത്രമാർഗഃ ത്വം ആരരാധ തപസാ മധുകാനനാന്തേ. അമ്മയുടെ വാക്കുകളെ കേട്ടിട്ട് ആ കുഞ്ഞാകട്ടെ, സഹാബി അവനാകട്ടെ, ആര്, ധ്രുവൻ,
ആകർണ്യ പറഞ്ഞാൽ കേട്ടിട്ട്. അപ്പോൾ അമ്മ പറഞ്ഞു കൊടുത്തു ഭഗവാനെ ഭജിക്കാൻ മാത്രമേ രക്ഷയുള്ളൂ എന്ന്. അത് കേട്ടിട്ട് ആ കുഞ്ഞ് ഭവദർച്ചന നിശ്ചിതാത്മ, അങ്ങയെ അർച്ചിക്കാനായിക്കൊണ്ട് ആത്മാവിൽ നിശ്ചയിച്ചുറച്ചിട്ട് അങ്ങയെ പൂജിക്കാനായി നിശ്ചയിച്ചുറച്ചിട്ട് മാനീ നിരേത്യ നഗരാത്, അഭിമാനി ആയിട്ട് ആ നഗരത്തിൽ നിന്ന് പോയി. നിരേത്യ നിർഗമിച്ചിട്ട്. അപ്പം നഗരത്തിൽ നിന്ന് അവൻ പുറത്തേക്ക് പോയി. കില 5 വർഷം 5 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞുകുട്ടി അമ്മയുടെ വാക്ക് കേട്ടിട്ട് ഭഗവാനെ ഭജിക്കാനായി പോയി. എങ്ങോട്ടാ പോയെന്ന് അടുത്ത ഇതിൽ സന്ദൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗ ത്വമാരരാധ തപസാ മധുകാനനാന്തേ. മധുവനം എന്ന വൃന്ദാവനത്തിലേക്ക് പോയി. അവിടെ മധുകൈടഭന്മാരെ കൊന്ന സ്ഥലമാണ് നമ്മുടെ വൃന്ദാവനം. അപ്പോൾ ആ മധുകാവനത്തിൽ പോയിരുന്ന് ആരരാധ, എങ്ങനെ തപസ്സുകൊണ്ട് ഭഗവാനെ ആരാധിക്കാനായിട്ട് എന്ത് ചെയ്തു? ആരാണ് അതിന് വഴിയൊരുക്കിയേ? മാനീ നിരേത്യ നഗരാത് കില 5 വർഷം 5 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടി സന്ദൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗ. സന്ദൃഷ്ടൻ എന്ന് പറഞ്ഞാൽ സന്ദർശനത്ത അല്ലെങ്കിൽ സന്ദർശിക്കപ്പെട്ട നാരദൻ. അപ്പോൾ ആ കുട്ടി പോകുന്നത് കണ്ടിട്ട് നാരദൻ പ്രത്യക്ഷപ്പെട്ടു. നാരദനാൽ നിവേദിത, നിതരാം വേദിത എന്ന് പറഞ്ഞാൽ നാരദനാൽ നിർദ്ദേശിക്കപ്പെട്ട അല്ലെങ്കിൽ നാരദനാൽ ഉപദേശിക്കപ്പെട്ട മന്ത്രം പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ കുട്ടി പോകുന്നത് കണ്ടിട്ട് നാരദൻ കുട്ടിയെ തടയാൻ നോക്കി, പക്ഷെ നിന്നില്ല. അപ്പോൾ ഇവൻ പറഞ്ഞാലൊന്നും കേൾക്കില്ല, ഇവൻ പോവുക തന്നെ ചെയ്യും, ഭഗവാനെ ഭജിക്കും എന്നുള്ള ദൃഢനിശ്ചയം ഉള്ള കുട്ടിയായതുകൊണ്ട് പിന്നെ ക്ഷത്രിയനല്ലേ, പിന്നോട്ട് പോവില്ലല്ലോ. ഒരു ഉറച്ച മനസ്സോടെ, അതാണിവിടെ നിശ്ചിത ആത്മാന്ന് പറഞ്ഞത്. നിശ്ചയിച്ചുറപ്പിച്ച മനസ്സോട് കൂടിയിട്ടാണ് ആ കുട്ടി പോയിരിക്കുന്നത്. അപ്പോൾ നാരദൻ ഉപദേശിച്ചു നോക്കി, കാട്ടിൽ പുലിയുണ്ട്, കടുവയുണ്ട്, സിംഹമുണ്ട്, എല്ലാം ഉണ്ട്, കാട്ടിൽ നീ തന്നെ പോകാൻ പാടില്ല, കൊച്ചു കുട്ടിയാണ് നീ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചപ്പം പറഞ്ഞു, ഞാൻ അവിടെ ചെന്ന് എന്താണ് ചെയ്യേണ്ടത്, ഭഗവാന് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് പറഞ്ഞു തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നാരദൻ ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. ഈ മന്ത്രം പോലും ചൊല്ലിയാൽ മതി. എന്ത് മന്ത്രമായിരിക്കും അത്? ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന 12 മന്ത്രം. ആ മന്ത്രം പറഞ്ഞു കൊടുത്ത് നാരദൻ ആ കുട്ടിയെ യാത്രയാക്കി. അല്ലാതെ ഒരു രക്ഷയില്ല, പറഞ്ഞാലൊന്നും കേൾക്കില്ല. അപ്പോൾ 5 വയസ്സ് മാത്രം പ്രായമുള്ള ധ്രുവൻ നാരദൻ്റെ ഉപദേശത്താൽ മന്ത്രമൊക്കെ സ്വീകരിച്ച് ഭഗവാനെ ആരാധിക്കാനായിക്കൊണ്ട് പുറപ്പെട്ടു. മധുകാവനത്തിൽ പോയിരുന്ന് തപസ് ചെയ്യാൻ ആരംഭിച്ചു എന്ന് 4-ാമത്തെ ശ്ലോകം. ആകർണ്യസോ വിഭവദാർച്ചന നിശ്ചിതാത്മാ മാനീ നിരേത്യ നഗരാത് കില 5 വർഷഃ സന്ദൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗഃ ത്വാം ആരരാധ തപസാ മധുകാനനാന്തേ. മന്ത്രമാർഗാസ്ത്വമാരാധ, അങ്ങനെയാണെങ്കിൽ സാ വരും. അല്ല മാർഗഃ എന്ന് വിസർഗം ചേർത്തതിന് ശേഷം ത്വാമാരരാധ എന്നാണെങ്കിൽ സായുടെ ഇത് വരില്ല. അമ്മയുടെ വാക്കുകൾ കേട്ട് വെറും 5 വയസ്സ് മാത്രം പ്രായമുള്ള മാനിയും ധ്രുവചിത്തനും, ധ്രുവൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഉറച്ച മനസ്സുള്ളവൻ എന്നാണ്, ദൃഢനിശ്ചയത്തോടു കൂടിയവൻ എന്നാണ് ധ്രുവൻ്റെ വാക്കിൻ്റെ അർത്ഥം തന്നെ. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചും പറയുന്നു, ഉറച്ച മനസ്സോടുകൂടിയവനായി. 5 വയസ്സുള്ള മാനി അഭിമാനിയും അതാണ് ഇവിടെ മാനീ നിരേത്യ, അഭിമാനം പോയവനായിട്ട്. നിരേത്യ എന്ന് പറഞ്ഞാൽ നിർഗമിച്ച മാനം,
ആ മാനം പോയവനായി എന്ന് പറഞ്ഞാലോ നിന്ദിക്കപ്പെട്ടവനായി നഗരാത് നഗരാത് ഗതഹ എന്നെടുക്കാം. നഗരത്തിൽ നിന്ന് പോയി മധുകാനനാന്തെ മധുകവനത്തിലേക്ക് പോയി. എന്തിന്? അങ്ങയെ ആരാധിക്കാനായിട്ട്, തപസ് ചെയ്യാനായി മധുകവനത്തിലേക്ക് പോയി എന്ന് അർത്ഥം. അപ്പോൾ അവിടെ അഭിമാനക്ഷയത്തിനായിട്ട് ഭഗവാനെ ആരാധിക്കുന്നതിൽ അടിയുറച്ച മനസ്സോടുകൂടി നഗരം വിട്ട് ഏകനായിട്ട് പോയി. മാർഗമധ്യത്തിൽ പോകുന്ന വഴിക്ക് യാദൃശ്യമായി കണ്ടുമുണ്ട, യാദൃശ്യമൊന്നും അല്ല, ഭഗവാൻ നാരദനെ ഏൽപ്പിച്ചതാവാം. നാരദനെ വഴിയിൽ വെച്ച് കണ്ടു. നാരദ മഹർഷിയാൽ ഉപദേശിക്കപ്പെട്ട മന്ത്രമാർഗത്തോടു കൂടിയവനായി മധുവനം എന്ന കാട്ടിലെത്തി. അവിടെ ഇരുന്ന് തപസ്സുകൊണ്ട് അങ്ങേ ആരാധിച്ചു. അപ്പം അതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ക്രമവർത്തിതനടുത്ത രണ്ടാമത്തെ ശ്ലോകത്തിൽ ഇതിൽ 5ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ക്രമവർത്തിതനാണ്. അതായത് ഓരോ ദിവസവും രാവിലെ കുളിച്ച് എഴുന്നേറ്റ് ഭഗവാനെ ധ്യാനിക്കുക എന്ന ഒറ്റ ഒരു ഇതുകൊണ്ട് ധ്രുവൻ ഉറച്ച മനസ്സോടുകൂടി ഭഗവാനെ ആ നാരദ മഹർഷി പറഞ്ഞു കൊടുത്ത മന്ത്രം കൊണ്ട് ആരാധിക്കാൻ തുടങ്ങി, തപസ് ചെയ്യാൻ തുടങ്ങി. ആകർണ്യസോപി ഭവദർച്ചന നിശ്ചിതാത്മാ മാനീ നിരേത്യ നഗരാത് കില പഞ്ചവർഷഃ സന്ദൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗ തോമാരരാധ തപസാ മധുകാനനാന്തേ. അടുത്ത ശ്ലോകം. താതേ വിഷണ്ണ ഹൃദയേ നഗരീം ഗതേന ശ്രീനാരദേന പരിസ്വാന്തിത ചിത്തവൃത്തൗ ബാലസ്ത്വതർപ്പിതമനാക്രമവർദ്ധിതേന നിന്നേ കഠോര തപസാ കില പഞ്ചമാസാൻ. അങ്ങനെ ധ്രുവൻ പോയപ്പോഴാണ് രാജാവിന് ബോധോദയുണ്ടായത്. തൻ്റെ മകൻ പോകാൻ കാരണം, കാട്ടിലേക്ക് പോകാൻ കാരണം താനും കൂടിയാണ്. അതായത് സുരുചി എന്ന ഭാര്യയെ പേടിച്ച് കുഞ്ഞ് ഇരിക്കാൻ വന്നപ്പോഴും സുരുചി ചീത്ത ആക്ഷേപവാക്കൾ പറയുമ്പോഴും ഒന്നും മിണ്ടാതെ ഇരുന്ന ആ രാജാവിന് മനസ്സിലായി താൻ രാജാവാണെന്നും താൻ പ്രജകളെ സംരക്ഷിക്കേണ്ടത്, വേറെ ഒരു കുട്ടിയാണെങ്കിൽ പോലും, പ്രജയുടെ കുട്ടിയാണെങ്കിൽ പോലും രാജാവിൻ്റെ പടിയിലിരിക്കാനുള്ള അർഹതയുണ്ട്. തൻ്റെ കർമ്മങ്ങളെല്ലാം മറന്ന ആ രാജാവിന് ബോധം വന്നു അല്ലേ. അപ്പോൾ താനും കാരണക്കാരനാണെന്നോർത്ത് വിഷമിച്ച ആ രാജാവ് 4 ദിവസത്തേക്ക് ആൾക്കാരെ വിട്ടു കുട്ടിയെ അന്വേഷിക്കാൻ. പക്ഷേ അപ്പം ഇതിലേക്ക് വന്ന ആ നാരദ മഹർഷി രാജാവിനെ സാന്ത്വനിപ്പിച്ചു. അങ്ങനെ വിഷമിച്ചിരുന്ന രാജാവിനെ സാന്ത്വനിപ്പിച്ച് നാരദൻ പറഞ്ഞു, നീ പോകേണ്ട കാര്യമൊന്നുമില്ല, അവനെ ഭഗവാൻ നോക്കിക്കൊള്ളും, അവനൊരാപത്തും വരില്ല എന്നൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിച്ചു. ബാലസ്ത്വതർപ്പിതമനാ ക്രമവർദ്ധിതേന നിന്നെ കഠോര തപസാക്കില്ല പഞ്ചമാസൻ. ആദ്യത്തെ മാസത്തിൽ ഫ്രൂട്ട്സൊക്കെ കഴിച്ച് നിന്നു ധ്രുവൻ. 2ാമത്തെ മാസമായപ്പോഴത്തേക്കും 3 ദിവസം കൂടുമ്പോഴായിരുന്നു ഇലകൾ ഭക്ഷിച്ചിരുന്നത്. 2ാമത്തെ മാസമായപ്പം ആ പച്ചലയൊന്നും ഭക്ഷിക്കാതെ ഉണങ്ങിയ ഇലകൾ മാത്രം, പഴുത്തു വീഴുന്ന ഇലകൾ മാത്രം കഴിക്കാൻ തുടങ്ങി. ഫ്രൂട്ട്സൊക്കെ ഉപേക്ഷിച്ചു. പിന്നത്തെ മാസം അടുത്ത മാസമായപ്പോഴത്തേക്കും ആ ഇലകളും ഉപേക്ഷിച്ചു. കാളിന്തി നദിയിലെ വെള്ളം മാത്രം കുടിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അങ്ങനെ 9 ദിവസം കൂടുമ്പോൾ വെള്ളം കുടിക്കാൻ തുടങ്ങി. വെള്ളത്തിൽ മാത്രം നിന്നു. പിന്നെ അടുത്ത 5ാം മാസം ആയപ്പോഴത്തേക്കും വെള്ളവും ഉപേക്ഷിച്ചു. വായു മാത്രമായി. 6ാം മാസത്തിൽ വായു കുംഭകം ചെയ്ത് തടഞ്ഞു നിർത്തി രേചകം ചെയ്യുന്നവരെ 15 ദിവസം കൂടുമ്പോൾ വായു മാത്രം ഭക്ഷിച്ച് തപസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കഠിന തപസ് അനുഷ്ഠിച്ചു എന്നർത്ഥം. താതേ വിഷണ്ണ ഹൃദയേ നഗരീം ഗതേന ശ്രീനാരദേന പരിസ്വാന്തിത ചിത്തവൃത്തൗ ബാലസ്ത്വതർപ്പിതമനാക്രമവർദ്ധിതേന. ബാലൻ ത്വതർപ്പിതമനാക അങ്ങയിൽ തന്നെ ഉറപ്പിച്ച മനസ്സോടുകൂടി ക്രമവർദ്ധിതേന വർദ്ധിപ്പിച്ചു.
ക്രമത്തിൽ തൻ്റെ തപസ്സിനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. നിന്നെ നയിച്ചു. കഠോര തപസ്സ, കഠിനമായ തപസ് കൊണ്ട് കില പഞ്ചമാസൻ, 5 മാസക്കാലം അങ്ങനെ ആ തപസ്സിനെ കഠിനമായ തപസ്സിനെ നയിച്ചു നിന്നെ എന്ന്. അപ്പം അച്ഛന് വിഷമമുണ്ടായി. അച്ഛൻ മകനെ അന്വേഷിക്കാനായിട്ട് പോയി അല്ലേ. അപ്പോൾ വിഷണ്ണഹൃദയനായ തൻ്റെ മകൻ കാട്ടിലേക്ക് പോകാൻ താനും കാരണക്കാരനാണല്ലോ എന്നോർത്ത് മകനെ അന്വേഷിക്കാനായിട്ട് പോയി. ചിന്താവിവശനായി പശ്ചാത്താപവിവശനായി തീർന്ന രാജാവിനെ കൊട്ടാരത്തിൽ വന്ന നാരദ മഹർഷി ആശ്വസിപ്പിച്ചു. അപ്പോഴേക്കും ഭഗവാനായ അങ്ങയിൽ തന്നെ ഉറപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയിരിക്കുന്ന ധ്രുവൻ ക്രമത്തിൽ വർദ്ധിപ്പിക്കപ്പെട്ട ഉഗ്ര തപസ്സുകൊണ്ട് 5 മാസങ്ങൾ കഴിച്ചു കഴിഞ്ഞു. 1 മാസം, അതായത് ആദ്യത്തെ മാസം ഫലങ്ങൾ, ഫ്രൂട്ട്സൊക്കെ കഴിച്ചും, പിന്നെ 1 മാസം പർണ്ണാഹാരം എന്ന് പറഞ്ഞാൽ ഇലകൾ ഭക്ഷിക്കാൻ തുടങ്ങി. പിന്നത്തെ 1 മാസം ജലം മാത്രമായി. പിന്നെ 1 മാസം വായു മാത്രം ഭക്ഷിച്ച് നിരാഹാരമായിട്ടാണ് ആ ബാലകൻ 5 മാസങ്ങൾ വ്രതത്തെ കഠിന തപസ് ചെയ്തത് എന്ന്. അപ്പം താതേ വിഷണ്ണഹൃദയേ നഗരീം ഗതേന ശ്രീനാരദേന പരിസ്വാന്തിത ചിത്തവൃത്തൗ ബാലസ്ത്വതർപ്പിതമനാക്രമവർദ്ധിതേന നിന്നെ കഠോര തപസ കില പഞ്ചമാസാൻ. അടുത്ത ശ്ലോകത്തിൽ താവത് തപോബല നിരുശ്വസിതേ ദിഗന്ധേ ദേവാർത്ഥിതസ്ത്വമുദയത് കരുണാർദ്രചേതാഃ ത്വദ്രൂപഛിദ്രരസനിലീനമതേ പുരസ്താത് ആവിർബഭൂവിധ വിഭോ ഗരുഡാതിരൂഢക. ഇതിൽ പിരിച്ചു പറയാനുണ്ട്. താവത് അപ്പോൾ എന്നർത്ഥം. തപോബലത്താൽ നിരുച്ഛ്വസിതേ ദിഗന്ധേ. അപ്പം വായു ഉള്ളിൽ പിടിച്ചു വെച്ച് പ്രാണായാമം ചെയ്യാൻ തുടങ്ങിയപ്പോൾ, അതാണ് താവത് അപ്പോൾ, തപോബലത്താൽ ശ്വസനം, അതായത് ശ്വാസം മുട്ട്, ശ്വാസത്തെ പിടിച്ചു വെച്ചു. പിന്നെ രേചകം ചെയ്യുന്നവരെ അത് പിടിച്ചു വെച്ചിട്ട് കുംഭകം ചെയ്തിട്ട് ആ കുംഭകം ചെയ്തപ്പോൾ ദിഗന്ധത്തിൽ ലോകത്തിലെല്ലാവർക്കും അതിന് അനുഭവപ്പെട്ടു. എല്ലാവർക്കും ശ്വാസം മുട്ടലുണ്ടായി. അപ്പോൾ ലോകത്തിൻ്റെ ശ്വാസം മുട്ടൽ നീക്കാൻ വേണ്ടി ദേവാഹ അർത്ഥിതഃ ത്വം, അങ്ങയെ ദേവന്മാരെല്ലാവരും കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അർത്ഥിത എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം ഉദയകരുണാർദ്ര ചേതാഹ, കരുണ ഉണ്ടായ, കരുണയോടുകൂടിയ മനസ്സോടുകൂടിയവനായ ആ ഭഗവാൻ, വർദ്ധിച്ച കരുണയുള്ള ത്വദ്രൂപഛിദ്രസനിലീനമതേ, തൻ്റെ മാത്രം ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന തന്നെ നിലീനം, തന്നിൽ തന്നെ മുഴുകിയ ബുദ്ധിയോടുകൂടിയിരിക്കുന്ന ആ ധ്രുവൻ്റെ പുരസ്താദ് മുമ്പിലേക്ക് ആവിർബഭൂവിധ അങ്ങ് അവതരിച്ചു. അല്ലയോ ഗുരുവായൂരപ്പ, ആ അങ്ങയുടെ രൂപത്തെ മാത്രം അങ്ങയിൽ തന്നെ മുഴുകിയിരിക്കുന്ന ധ്രുവൻ്റെ മുൻപിലേക്ക് അങ്ങ് ആവിർഭവിച്ചുവല്ലേ എന്ന്. വിഭോ, സർവവ്യാപിയായിരിക്കുന്ന, എങ്ങനെയാണ് വന്നത്? ഗരുഡാധിരൂഢക, ഗരുഡൻ്റെ മുകളിൽ കയറി. അപ്പം ഗരുഡൻ്റെ മുകളിൽ കയറി തന്നെ മാത്രം മനസ്സിൽ കണ്ട് കഠിന തപസ് അനുഷ്ഠിക്കുന്ന ധ്രുവൻ്റെ മുമ്പിൽ ഗരുഡാരൂഢനായി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ, ഹരേ നാരായണ ഹരേ നാരായണ, ഹരേ നാരായണ ഹരേ നാരായണ, ഹരേ നാരായണ ഹരേ നാരായണ,
ഹരേ നാരായണ ഹരേ നാരായണ. താവതപോബല നിരുത് ശ്വസിതേ നിരുശ്വസിതേ ദിഗന്ധേ ദേവാർത്ഥിത ദേവന്മാരാൽ അർത്ഥിക്കപ്പെട്ട ത്വം അങ്ങ് ഉദയകരുണാർദ്ര ചേതാക വർത്തിച്ച കരുണയുള്ളവനായി, വർത്തിച്ച കരുണയുള്ള ചേതസ്സോടുകൂടിയവനായി എന്ന് പറഞ്ഞാൽ ചിദാനന്ദ സ്വരൂപനായി ഇരിക്കുന്ന അങ്ങയെ നിലീനം മുഴുകിയിരിക്കുക, മതിബുദ്ധിയാണ്. അപ്പോൾ അങ്ങയിൽ തന്നെ മുഴുകിയിരിക്കുന്ന ബുദ്ധിയോടുകൂടിയ ആ ധ്രുവൻ്റെ പുരസ്താദ് എന്ന് പറഞ്ഞാൽ മുൻപിൽ ആവിർഭവിക്കുക പ്രത്യക്ഷനായി. വിഭോ സർവവ്യാപിയായിരിക്കുന്നവനെ ഗരുഡാധിരൂഢ ഗരുഡൻ്റെ മുകളിൽ ഇരിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു എന്ന് അർത്ഥം. താവതപോബല നിരുശ്വസിതേ ദിഗന്ധേ ദേവാർത്ഥിതത്വമുദയൽ കരുണാർദ്രചേതാഹ ത്വദ്രൂപചിദ്രസനീലീനമതേ പുരസ്താദ് ആവിർബഭൂവിധ വിഭൂ ഗരുഡാധിരൂഢഃ. അപ്പോൾ ഇങ്ങനെ ശ്വാസം മുട്ടൽ ലോകത്തിന് അനുഭവിച്ച വന്നപ്പോൾ ദേവന്മാരെല്ലാവരും കൂടി ഭഗവാനെ ഭജിച്ചു, ഭഗവാനെ പൂജിച്ചു, ഭഗവാനോട് പ്രാർത്ഥിച്ചു ഇതൊന്ന് മാറ്റിത്തരണേന്ന്. അപ്പം ഭഗവാൻ പറഞ്ഞു, എൻ്റെ ഒരു കുഞ്ഞ് ഭക്തൻ കഠിന തപസ് ചെയ്യുകയാണ്, ഞാൻ അവനെ പോയി ഉണർത്തി അവനോട് പറഞ്ഞു കൊടുത്ത് അവനെ മനസ്സിലാക്കി ഇതാക്കാം, അപ്പോൾ നിങ്ങളുടെ ശ്വാസം മുട്ടൽ മാറുമെന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ അവിടെ പോയി ധ്രുവൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായി. എന്നിട്ടോ അപ്പോൾ നല്ല ഭാഗവതത്തിൽ 4-ാമത്തെ സ്കന്ധത്തിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. പിന്നെ 4-ാം സ്കന്ധത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ എങ്ങനെയാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടതെന്നും പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞിട്ട് തൻ്റെ കയ്യിലുള്ള ശംഖു കൊണ്ട് അപ്പോൾ ഭഗവാനെ കണ്ട മാത്രയിൽ ധ്രുവൻ സാഷ്ടാംഗ നമസ്കാരം ചെയ്തു. ദണ്ഡവതം എന്നൊക്കെ പറയുന്നുണ്ട്. നീണ്ടു നിവർന്നു കിടന്ന് ഭഗവാനെ നമസ്കരിച്ചു. അപ്പോൾ ഭഗവാൻ അവനെ എഴുന്നേൽപ്പിച്ചു. ധ്രുവൻ കാണുന്നത് തന്നെ തലോടുകയും ആലിംഗനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഭഗവാനായിട്ട്. അപ്പോൾ ഭഗവാൻ എന്താ ചെയ്തേ, ആ ധ്രുവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന രൂപത്തെ അങ്ങ് മറച്ചപ്പോൾ ധ്രുവന് ബോധം, ഞാൻ എവിടെയാണ് ഇരിക്കുന്നത്, എന്താ ചെയ്യുന്നത്, എൻ്റെ ഭഗവാന്റെ രൂപം കാണാതെയായി. അപ്പം കണ്ണു തുറന്നപ്പോൾ ഭഗവാനെ നേരിൽ കണ്ടു. ഗരുഡൻ്റെ മുകളിൽ വരുന്ന ആ ഭഗവാനെ കണ്ടു. ധ്രുവൻ ദണ്ഡ നമസ്കാരം ചെയ്തു. പിന്നെ എന്തുണ്ടായി, താവതപോബല നിരുശ്വസിതേ ദിഗന്ധേ ദേവാർത്ഥിതത്വമുദയൽ കരുണാർദ്രചേതാഹ ത്വദ്രൂപചിദ്രസനിധീനമതേ പുരസ്താദ് ആവിർബഭൂവിധ വിഭോ ഗരുഡാധിരൂഢഃ. താവതപ്പോൾ പ്രപഞ്ചത്തിന് മുഴുവൻ ധ്രുവൻ്റെ തപോബലത്താൽ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുകയാൽ ഇന്ദ്രാദി ദേവന്മാരെല്ലാവരും എല്ലാത്തിൻ്റെയും നിയന്താവായിരിക്കുന്ന അങ്ങയുടെ ദയയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പം ദയാർദ്രനായി തീർന്ന അവിടുന്ന് ഗരുഡാരൂഢനായി അങ്ങയുടെ രൂപമാകുന്ന ആ ബ്രഹ്മാനന്ദരസത്തിൽ ലയിച്ചിരിക്കുന്ന ആ കുഞ്ഞിൻ്റെ മുമ്പിൽ പ്രത്യക്ഷീഭവിക്കുകയും ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു എന്നൊക്കെ വിശദീകരിച്ച് പറയുന്നുണ്ട് ഭാഗവതത്തെ. നമുക്കിതിനകത്ത് അതൊന്നും വിശദീകരിക്കാനുള്ള സമയമോ ഇതൊന്നുമില്ല. അതുകൊണ്ട് ഞാനതങ്ങ് പറഞ്ഞു തരാം. ഭഗവാൻ ധ്രുവനെ കണ്ടപ്പോൾ ധ്രുവനെ ആ മനസ്സിലുണ്ടായിരുന്ന രൂപത്തെ ഭഗവാൻ മറച്ചു. അപ്പം ഈ കുട്ടി കണ്ണു തുറന്നു നോക്കുമ്പോൾ ഭഗവാൻ മുൻപിൽ നിൽക്കുന്നു. ഭഗവാനെ ധ്രുവൻ നമസ്കരിച്ചു. അപ്പോൾ ധ്രുവന് തോന്നിയത് ഭഗവാൻ എന്നെ അതായത് ആലിംഗനം ചെയ്യുകയും സന്തോഷിപ്പിക്കുക. ലോകത്തിൻ്റെ മുഴുവൻ പിതാവാണല്ലോ. തൻ്റെ പിതാവിൻ്റെ മടിയിൽ ഇരിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം ഭഗവാനെ കണ്ടപ്പോൾ ധ്രുവന് തീർന്നു. കാരണം എല്ലാവരുടെയും അച്ഛനാണല്ലോ ഭഗവാൻ. അപ്പോൾ ഭഗവാനെ കഴിഞ്ഞ് വലിയ അച്ഛനില്ലല്ലോ, ലോകപിതാവല്ലേ. അപ്പോൾ
ആ എങ്ങനെയാണോ തപസ് ചെയ്തുകൊണ്ടിരുന്ന ആ രൂപത്തെ ഭഗവാൻ മറച്ചപ്പോൾ ഭഗവാൻ തന്നെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ധ്രുവന് ദർശനം കൊടുത്തു. ഗരുഡൻ്റെ മുകളിൽ കയറി വരുന്ന ആ ഭഗവാനെ ദർശനം കൊടുത്തു. അതോടുകൂടി ലോകത്തിൻ്റെ മുഴുവൻ ശ്വാസം മുട്ടൽ മാറി. പിന്നെ എന്തുണ്ടായി എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇത് 3 ശ്ലോകങ്ങൾ ഒന്ന് വായിച്ചിട്ട് ആകർണ്യസോഭിഭവദർച്ചന നിശ്ചിതാത്മാ മാനീ നിരേത്യ നഗരാത് കില പഞ്ചവർഷക. മാനീ എന്ന് പറഞ്ഞാൽ അഭിമാനം, തൻ്റെ മാനം നഷ്ടപ്പെട്ടു, അഭിമാനക്ഷതനായി എന്നർത്ഥം. ത്വം സന്ദൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗ. നാരദനാൽ സന്ദർശിക്കപ്പെട്ട ഉപദേശിക്കപ്പെട്ട മന്ത്രങ്ങളോടുകൂടി ത്വം ആരരാധ തപസ്, ആരാധിക്കാൻ തുടങ്ങി, തപസ് ചെയ്യാൻ തുടങ്ങി. ചെന്ന് ഡെയിലി കുളിച്ച് ആദ്യത്തെ 1 മാസം ഫലങ്ങൾ മാത്രം കഴിച്ചു. 2ാമത്തെ മാസമായപ്പോഴത്തേനും ഉണങ്ങിയ ഇലകൾ തിന്നാൻ തുടങ്ങി, പച്ചിലകൾ കഴിക്കാൻ തുടങ്ങി. പിന്നെ അത് പഴുത്ത ഇലയാക്കി, പിന്നെ ഉണങ്ങിയ ഇല മാത്രമാക്കി, പിന്നെ ഇലയെല്ലാം ഉപേക്ഷിച്ചു. പിന്നീട് വെള്ളം കുടിക്കാൻ തുടങ്ങി. കാളിന്തി ചെന്ന് വെള്ളം കുടിക്കും. അത് കഴിഞ്ഞ് ആ വെള്ളവും ഉപേക്ഷിച്ചു. പിന്നെ 9 ദിവസം കൂടുമ്പോൾ ശ്വാസോച്ഛ്വാസം മാത്രമായി, വായു മാത്രം ഭക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ കഠിന തപസ് ചെയ്തപ്പോൾ സന്ദൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗ ത്വമാരരാധ തപസാ മധുഗാനനാന്തേ താദേ വിഷണ്ണ ഹൃദയേ നഗരീം ഗതേന ശ്രീനാരദേന പരിസ്വാന്തിത ചിത്തവൃത്തൗ ബാലസ്തുതർപ്പിതമനാ കൃപമർത്ഥിതേന നിന്നെ കഠോര തപസാ കില പഞ്ചമാസാൻ. അങ്ങനെ 5 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടി 5 മാസക്കാലത്തോളം കഠിനമായ തപസ് ചെയ്തു. താവത്തപോബല നിരുശ്വസിതേ ദിഗന്ധേ ദേവാർത്ഥിതത്വമുദയത് കരുണാർദ്രചേതാക ത്വദ്രൂപഛിദ്രസനിലീനമതേ പുരസ്താത് ആവൂർബഭൂവിത വിഭോ ഗരുഡാതിരൂഢകാം. താവതപ്പോൾ തപോബലത്താൽ ശ്വാസം മുട്ട് അനുഭവപ്പെട്ട, ലോകത്തിന് മുഴുവനും ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടപ്പോൾ ദേവന്മാരെല്ലാവരും കൂടി ഭഗവാനോട് പ്രാർത്ഥിച്ചതുകൊണ്ട് ഉദയത് കരുണാദ്രചേതാക, നല്ല വർദ്ധിച്ച കരുണയോടുകൂടിയ ചേതസ്സോടുകൂടിയവനായ ആ ഭഗവാൻ ത്വദ്രൂപഛിദ്രസനിലീനമതേ, അങ്ങയിൽ തന്നെ ഉറപ്പിച്ച മനസ്സ് ബുദ്ധിയോടുകൂടിയവനായ ധ്രുവൻ്റെ പുരസ്താത് മുമ്പിൽ ആവിർബഭൂവിത, അവിടെ ആവിർഭവിച്ചു, പ്രത്യക്ഷനായി. അല്ലയോ ഭഗവാനെ, അല്ലയോ ഗുരുവായൂരപ്പ, വിഭോ സർവവ്യാപിയായിരിക്കുന്ന ഭഗവാനെ ഗുരുവായൂരപ്പ, അങ്ങ് ഗരുഡൻ്റെ മുകളിൽ കയറി ധ്രുവന് പ്രത്യക്ഷ ഇത് കൊടുത്തു, ദർശനം കൊടുത്തു അല്ലേ എന്ന്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അതിൻ്റെ ആകെ അർത്ഥം ഒന്നുകൂടെ പറയാം. അമ്മയുടെ വാക്കുകൾ കേട്ട് വെറും 5 വയസ്സ് മാത്രം പ്രായമുള്ള മാനിയും ധ്രുവചിത്തനുമായി, ധ്രുവൻ എന്നുള്ള പേരിൻ്റെ അർത്ഥം തന്നെ ഉറച്ച ബുദ്ധി, ഉറച്ച ബുദ്ധിയോടുകൂടിയവൻ, നിശ്ചയദാർഢ്യമുള്ളവൻ എന്നർത്ഥം. ആ ബാലൻ പിതാവിൻ്റെ മടിയിൽ കയറുന്നതിനുള്ള അവകാശം തടയപ്പെട്ടതിനാൽ അഭിമാനക്ഷതനായി ഭഗവാനെ ആരാധിക്കാൻ അടിയുറച്ച മനസ്സോടുകൂടി നഗരം വിട്ട് ഏകനായിപ്പോയി. മാർഗമധ്യേ യാദൃശ്ചികമായി കണ്ടുമുട്ടിയ നാരദ മഹർഷിയാൽ ഉപദേശിക്കപ്പെട്ട മന്ത്രത്തോടു കൂടിയവനായി മധുവനം എന്ന കാട്ടിൽ, മധുകൈടവന്മാരെ വധിച്ച കാടാണ് മധുവനം, നമ്മുടെ വൃന്ദാവനം. കാട്ടിലെത്തി അവിടെ ഇരുന്ന് തപസ്സുകൊണ്ട് ഭഗവാനെ ആരാധിച്ചു. താതേ വിഷണ്ണ ഹൃദയേ നഗരീം ഗതേന
ശ്രീനാരദേന പരിസ്വാന്തിത ചിത്തവൃത്തൗ ബാലസ്തദർപ്പിതമനാക്രമവർദ്ധിതേന നിന്യേ കഠോര തപസാ കില പഞ്ചമാസാൻ. വെറും ബാലകനായ മകൻ്റെ വനവാസത്തിന് താനും കാരണക്കാരനാണെന്ന ചിന്തയാൽ പശ്ചാത്താപ വിവശനായി തീർന്ന രാജാവിനെ കൊട്ടാരത്തിൽ ആഗതനായ നാരദ മഹർഷി ആശ്വസിപ്പിച്ചു. അപ്പോഴേക്കും ഭഗവാനായ അങ്ങയിൽ തന്നെ ഉറപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയിരിക്കുന്ന ധ്രുവൻ ക്രമത്തിൽ വർദ്ധിക്കപ്പെട്ട ഉഗ്ര തപസ് കൊണ്ട് 5 മാസങ്ങൾ നയിച്ചു. നിന്നിയേ എന്ന് പറഞ്ഞു നയിച്ചു. ആദ്യത്തെ 1 മാസം ഫലാഹാരം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് മാത്രം കഴിച്ചു. പിന്നെ 1 മാസം അത് 3 ദിവസം കൂടുമ്പോഴായിരുന്നു. പിന്നെ 6 ദിവസം അല്ലെങ്കിൽ 7 ദിവസം കൂടുമ്പോൾ ഇലകൾ ഭക്ഷിക്കുക, പർണ്ണാഹാരം, ഇലകൾ ഭക്ഷിക്കാൻ തുടങ്ങി. 1 മാസം ജലം മാത്രം കുടിച്ച് വസിച്ചു. പിന്നെ പിറ്റേ മാസം വായുഭക്ഷകനായിട്ട് വായു മാത്രം ഭക്ഷിച്ചും 1 മാസം നിരാഹാരമായിട്ടുമാണ് ധ്രുവൻ കഠിനമായ തപസ് അനുഷ്ഠിച്ചത്. താവതപോബല നിരശ്വസിതേ ദിഗന്ധേ ദേവാർത്ഥിതത്വമുദയ കരുണാർദ്രചേതാഹ ത്വദ്രൂപഛിദ്രസനീലീനമതേ പുരസ്താത് ആവിർബഭൂവിത വിഭോ ഗരുഡാധിരൂഢഃ. അനന്തരം പ്രപഞ്ചത്തിന് മുഴുവൻ ധ്രുവൻ്റെ തപോബലത്താൽ ശ്വാസം മുട്ട് അനുഭവപ്പെട്ടപ്പോൾ ഇന്ദ്രാദി ദേവന്മാർ സർവ്വനീന്താവായിരിക്കുന്ന അങ്ങയുടെ ദയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദയാർദ്രനായി തീർന്ന അവിടുന്ന് ഗരുഡാരൂഢനായി അങ്ങയുടെ രൂപമാകുന്ന ബ്രഹ്മാനന്ദ രസത്തിൽ ലയിച്ചിരിക്കുന്ന ആ കുഞ്ഞിൻ്റെ മുൻപിൽ പ്രത്യക്ഷീഭവിക്കുകയും ചെയ്തു എന്ന്. ഇതോടുകൂടി ഇന്നത്തെ നാരായണീയം ക്ലാസ് അവസാനിച്ചു. അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും ഹരിയോ നാരായണ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണയേതി സമർപ്പയാമി. ശ്രീനാരായണയേതി സമർപ്പയാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ആവിർബഭൂവിവ വിഭോ ഗരുഡാധിരൂഢ. ഗരുഡൻ്റെ മുകളിൽ പ്രത്യക്ഷപ്പെട്ട ആ ഭഗവാൻ ആ ഭാഗം വരുമ്പോൾ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ എന്ന് 16 പ്രാവശ്യം ചൊല്ലുക. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ എന്ന്. ഹരിയും.